അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറി കിട്ടണോ? അതിനായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ. ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും, അല്ലേ? ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ഒരുപാട് സ്വലാത്തും ദിക്റും നേർച്ചയാക്കിക്കൊണ്ട് അത് ചൊല്ലി നടക്കുന്നവരാണ് നമ്മളിൽ പലരും. ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ മഹാനായ ഹിളർ നബി പറഞ്ഞു തന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തെക്കുറിച്ച് തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുജറാബാത്ത് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്കാരം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും നിസ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിസ്കരിക്കേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം. വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച രാത്രി പാതിരാ സമയത്ത് നിസ്കരിക്കുക. വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണല്ലോ. രാത്രി പാതിരാ സമയത്താണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്. കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചു വേണം നിസ്കരിക്കാൻ. ഏതാണോ നമ്മുടെ ആഗ്രഹം അത് നിറവേറി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലൊക്കെ എന്താ ചൊല്ലേണ്ടത് എന്നല്ല. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക. സൂറത്തുൽ കാഫിറൂൻ ഏതാണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അത് 10 തവണയാണ് കേട്ടോ ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 10 തവണ സൂറത്തുൽ ഇഖ്ലാസ്. ഇതാണ് കേട്ടോ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഓതുക. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരം കഴിഞ്ഞ് എല്ലാം സലാം വീട്ടിയ ശേഷം വീണ്ടും ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് എന്താണോ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആ ആഗ്രഹം മുൻനിർത്തി റബ്ബി നല്ല രീതിയിൽ തന്നെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്ത് തന്നെയാണെങ്കിലും നിനക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. ശേഷം 10 തവണ സ്വലാത്ത് ചൊല്ലുക. ഏതാണോ നിനക്കറിയണ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹയോ സ്വലാത്തുൽ ഇബ്രാഹിമിയോ ഏതാ നിനക്കറിയുന്നത്, നല്ല ഏത് സ്വലാത്താണെങ്കിലും നിനക്കത് ചൊല്ലാവുന്നതാണ്. അത് ചൊല്ലിയതിന് ശേഷം ആണ് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഖുർആനിലെ ദിക്ർ. ഈ ഒരു ദിക്ർ 10 തവണ ചൊല്ലുക. ആ ഒരു ദിക്റും 10 തവണ ചൊല്ലിയതിന് ശേഷം റബ്ബിനോട് എന്താണോ നിൻ്റെ ആഗ്രഹം ആ ആഗ്രഹം പടച്ച റബ്ബേ നീ എത്രയും പെട്ടെന്നൊന്ന് നിറവേറ്റി തരണേ എന്ന് മനസ്സുറപ്പിച്ച് മനസ്സുരുക്കി റബ്ബിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമല് പാഴാക്കാതെ ചെയ്ത് റബ്ബിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.